ഹായ് ചിൽഡ്രൻ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിശ്വാസംസകൾ. എല്ലായിടത്തും കൊന്നൊക്കെ പോയിട്ടുണ്ട്. ഭയങ്കര സന്തോഷമല്ലേ? സന്തോഷത്തിന്റെ പുതിയ കാർഷികം, അതായത് പുതിയ കൃഷികൾ, അതായത് എല്ലാം ഉഷാറാവട്ടെ. എല്ലാവർക്കും ആശംസകൾ. കുറച്ച് മാത്സ്, കുറച്ച് കാര്യങ്ങൾ പറയാം. സർഫസ് ഏരിയ, വോളിയം, അതായത് ഏരിയ ഏരിയ പഠിച്ചിട്ടുണ്ടാവും. അത് സർഫസ് ഏരിയ. ദാറ്റ് ഈസ് ഇൻ എ വോളിയം. ഏരിയ ഓഫ് എ റെക്ടാംഗിൾ, ഏരിയ ഓഫ് എ സ്ക്വയർ, ഏരിയ ഓഫ് എ ട്രയാംഗിൾ, അല്ലെ? അതായത് ചെറിയ ക്ലാസ് പഠിച്ചു. റെക്ടാംഗിൾ എൽ ഇൻറ്റു ബി, സ്ക്വയർ സൈഡ് ഇൻറ്റു സൈഡ്, സൈഡ് സ്ക്വയർ. ട്രയാംഗിളിന് 4 ഫോർമുലാസ് ഉണ്ട്. എച്ച് കിട്ടുക, അതായത് ദാറ്റ് മീൻസ് റെക്ടാംഗിൾ ആണെങ്കിൽ BH/2, ജനറൽ ഫോർമുല എടുക്കുക BH/2. പിന്നെ √3/4 a സ്ക്വയർ, അത് ഈക്വലേറ്റർ ട്രയാംഗിളിന്. പിന്നെ സ്കെലിൻ ട്രയാംഗിളിന് √S × S - A × S - B × S - C, ദാറ്റ് മീൻസ് ഹിറോൺസ് ഫോർമുല. ഹീറോ പെന്നില്ല, ഹിറോൺസ് ഫോർമുല. അങ്ങനെ ട്രയാംഗിളിന് അങ്ങനെ ഉണ്ട്. പക്ഷേ വാട്ട് എവർ ബി ദ ഐ എം ടോക്കിംഗ് അബൌട്ട് ദ പ്ലെയിൻ ഫിഗർ, ഏരിയ, സർഫസ് ഏരിയ വരുമ്പോൾ സോളിഡിൽ വരും 3 ഡയമെൻഷൻ. ഇപ്പൊ 2 ഡയമെൻഷനാ പറയാം. 2 ഡയമെൻഷൻ നമ്മൾ ചാപ്റ്റർ ആയിനോ 8th 9th 10th ഒക്കെ CBSE ഏതായി കഴിഞ്ഞാലും, IGCSE കേരള ഏതായി കഴിഞ്ഞാലും അതിലൊക്കെ സർഫസ് ഏരിയ വോളിയം കാണാം. സർഫസ് ഏരിയ ടു സർഫസ് ഏരിയ വരുന്നത്. അപ്പൊ പ്ലെയിൻ ഫിഗറിന് ഏരിയ ആണ് പറയാം. അതിന്റെ ഏതാണ് അതിന്റെ ഷേപ്പ് അനുസരിച്ചിട്ട് ഏരിയ. ഇപ്പൊ ഞാൻ ഇരിക്കുന്ന ഫ്ലോർ റെക്ടാംഗിൾ ആണ്. L × B, നോ കൺഫ്യൂഷൻ. അപ്പൊ വളരെ മനസ്സിലാക്കി പഠിക്കുക. വളരെ രസമുള്ള ചാപ്റ്റർ, പലവട്ടം ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. സർഫസ് ഏരിയ ഓഫ് ഓൾ ഫേസസ്. ഇപ്പൊ റെക്ടാംഗിളിന്റെ സോളിഡ് ഷേപ്പ് 3 ഡയമെൻഷണൽ ഷേപ്പാണ് ക്യൂബോയിഡ്. 6 ഫേസ് ഇല്ല. നമ്മളെ റൂം നോക്കിയാൽ മതി, വിചാരിന്റെ ക്യൂബോയിഡ്. ഫ്ലോർ ഇല്ലേ, 6 ഫേസ് ഇല്ല. ഗ്രൗണ്ട് ഫ്ലോർ അതെ ടൈൽസോ മാർബിളോ ഒക്കെ ഇട്ടുണ്ട്. മേലെ റൂഫ്, ഈ വാള് ആ വാള്, ദെൻ ഓപ്പോസിറ്റ് മീ മൈ വാൾ. 6 walls are. അപ്പോൾ ഏരിയ ഓഫ് ഓൾ ഫേസസ്, 6 ഫേസസ്, ദാറ്റ് ഈസ് കോൾഡ് സർഫസ് ഏരിയ ഓഫ് എ ക്യൂബോയിഡ്. സർഫസ് ഏരിയ ആൻഡ് സർഫസ് ഏരിയ ഡിഫറൻസ് മനസ്സിലായി. സ്ക്വയർ ആണെങ്കിലോ ഏരിയ, സ്ക്വയറിന്റെ 3 ഡയമെൻഷൻ, സോളിഡ് ഫിഗർ 3 ഡയമെൻഷൻ. സ്ക്വയർ ഇസ് എ 2 ഡയമെൻഷൻ സ്ക്വയർ. ഇപ്പൊ റെക്ടാംഗിളിൽ ഒരുപാട് ഇവിടെ കാണുന്നുണ്ട്. റെക്ടാംഗിൾ ഇവിടെ നോക്കൂ, ദിസ് എ ക്യൂബോയിഡ്. ഇവിടെ ഒക്കെ റെക്ടാംഗിൾ അല്ലേ? റെക്ടാംഗിൾ ഇത് തന്നെയാണ് നമ്മളെ റൂം. എങ്ങനെയും ചെയ്യാം. ബേസ്, അതിന് ടോപ്പ് സെയിം, സൈഡ് ദിസ് പാർട്ട് ആൻഡ് ദിസ് പാർട്ട്. എല്ലാ ബോക്സും ക്യൂബോയിഡ് അല്ലെ ക്യൂബായിട്ട്. അപ്പൊ ഓരോ ഫേസിന്റെ ഏരിയ കണ്ടിട്ട് ആഡ് ചെയ്താൽ മതി. അതാ നമുക്ക് കിട്ടുന്നത്. ഇവിടെ സോളിഡ് ഫിഗർ ആകുമ്പോൾ ഒരു എച്ചും കൂടും. ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് വരുന്നുണ്ട്. ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് വരുന്നുണ്ട്. ഹൈറ്റ്, ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, LBH. അപ്പൊ അതിന്റെ ഈസിയാണ്. ഇതിന്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് LB, റെക്ടാംഗിൾ LB പ്ലസ് LB 2LB. പിന്നെ നമുക്ക് ഇവിടെ സി ഹിയർ ലെങ്ത് ഇൻറ്റു ഹൈറ്റ് LH. ഇവിടെ LH കാണാം. LH സെയിം തിങ്, LH പ്ലസ് LH 2LH. ഇവിടെ എന്താ കാണുന്നത്? ദിസ് ഇസ് H, ദിസ് ഇസ് ബ്രെഡ്ത്ത്, BH പ്ലസ് BH 2BH. That is why 2 into LB plus BH plus HL, cyclic 2 into. അതാണ് അതിന്റെ സർഫസ് ഏരിയ ഓഫ് എ ക്യൂബോയിഡ്. ക്ലാസ് 6 എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഏരിയ ഓഫ് ഓൾ ഫേസസ് 8th നാണ് സർഫസ് ഏരിയക്ക് വരുന്നെങ്കിലും അല്ല റെക്ടാംഗിൾ പിന്നെ 7th 8th കാണാൻ പറ്റും. സർഫസ് ഏരിയ. എന്റെ മക്കൾ, പ്ലീസ് മൈ ഡിയർ ചിൽഡ്രൻ, ഏരിയ സർഫസ് ഏരിയയിലെ ഡിഫറൻസ് ആദ്യം മനസ്സിലാക്കുക. പലർക്കും അറിയില്ല, ഞാൻ ചോദിക്കുക, പലർക്കും അറിയില്ല വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഏരിയ ആൻഡ് സർഫസ്. നോ ഐഡിയ. എന്നിട്ടുള്ള പഠിക്കുക, മനസ്സിലാക്കണം. ഏരിയ ഓഫ് എ റെക്ടാംഗിൾ, അതിന്റെ 3 ഡയമെൻഷൻ സർഫസ് ഏരിയ. റെക്ടാംഗിൾ ടു ക്യൂബോയിഡ്, ദാറ്റ് മീൻസ് നമ്മുടെ ക്ലാസ് റൂം ഒക്കെ ക്യൂബോയിഡ് ആണല്ലോ. യു ആർ ഇൻ എ ക്യൂബോയിഡ്. ഇനി ഞാൻ പറയും യു ആർ ഇൻ എ പ്രിസൺ എന്ന് പറയും. പ്രിസാണ്, ഇതെല്ലാം പ്രിസാണ്. അപ്പൊ അതിന്റെ സർഫസ് ഏരിയ, ദാറ്റ് മീൻസ് ഐ ആം ടോക്കിംഗ് അബൌട്ട് ടോട്ടൽ സർഫസ് ഏരിയ. ലാറ്ററൽ സർഫസ് ഏരിയ ഉണ്ട്, അത് ഏരിയ 4 വാൾസ്. ലാറ്ററൽ സർഫസ് ഏരിയ LSA. നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ഫോർമുല ഉണ്ട്.
പല സിസ്റ്റത്തിലും നല്ല ഫോർമുല നമുക്ക് എന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം. IGCS, ബ്രിട്ടീഷ് സിസ്റ്റം, അമേരിക്കൻ സിസ്റ്റം, ബ്യൂട്ടിഫുൾ ഫോർമുല. നമ്മൾ ബൈ ഹാർട്ട് ആക്കേണ്ട ആവശ്യമില്ല. ഐ വിൽ കം ടു ദാറ്റ്. അപ്പോൾ 3 ഡയമെൻഷൻ ഫിഗർ പറ്റി പറയുന്നത് ക്യൂബോയിഡ്, അതിന്റെ റെക്ടാംഗിൾ ആയിരുന്ന പ്ലെയിൻ ഫിഗർ, നൗ സോളിഡ് ഫിഗർ ക്യൂബോയിഡ്. നൗ സ്ക്വയർ ക്ലാസ് റൂം, ഐസ് ക്യൂബ്, സ്ക്വയർ everywhere square you can see, that is easy. A into A square. എത്ര ഫേസ് ഉണ്ട്? 6 ഫേസസ് ഉണ്ട്. 6A square, 6 sides. Finish. ഇനി ലാറ്ററൽ സർഫസ് ഏരിയ എന്നാൽ ഏരിയ ഓഫ് 4 walls ഓഫ് മൈ ക്ലാസ് റൂം. 4 wall അല്ലേ അതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ. നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം. പക്ഷെ ഇത് പ്രിസം ആണിത്. പ്രിസം, ക്യൂബോയിഡ് ഇസ് എ പ്രിസം, ക്യൂബ് ഇസ് എ പ്രിസം, ആൻഡ് വാട്ട് ഐ ക്യാൻ സേ സിലിണ്ടർ ഇസ് എ സർക്കുലർ പ്രിസം. ഇതൊക്കെ പ്രിസം ആണ്. സെയിം ഷേപ്പ്, സെയിം ടോപ്പ് ആൻഡ് ബോട്ടം സെയിം, ഇയർ പോളിഗൺ. അതാണ് പ്രിസം എന്ന് പറയുന്നത്. നമ്മൾ സയൻസിൽ പഠിച്ചിട്ടുണ്ടാവും പ്രിസത്തിൽ കൂടെ വാട്ട് ഐ കാൾ ലൈറ്റ് റിഫ്ലക്ഷൻ ഓഫ് പ്രിസം. ട്രയാങ്കുലർ പ്രിസം ആണ്. ഐ ആം നോട്ട് ടോക്കിംഗ് ഓഫ് പിരമിഡ്. അത് മനസ്സിലാക്കാനുള്ളത് നല്ലൊരു ഫോർമുല. ഏരിയ ഫോർ wall, that is lateral surface area of a prism, or lateral surface area of a cuboid, or lateral surface area of a cube, or lateral surface area of a cylinder. Generally prism, അത് അണ്ടർലൈൻ ചെയ്യാൻ നോട്ടിലുണ്ട്, ഞാൻ നോട്ട് തരുന്നത്. പ്രിസം, that is base perimeter into height. Beautiful form. Base perimeter into height. Yes sir, our we are in a cuboid. You told me a rectangle. Perimeter rectangle. 2 into L plus B. Yes, 2 into L plus B. 2 into length plus breadth. Bracket into height. 2 into L plus B into height. 2 into pH. Perimeter into height is the lateral surface area of a prism. You want cuboid, rectangle, perimeter rectangle, perimeter of the base, 2 into L plus B, height into H. You got the beautiful formula. And talking lateral surface area, 4 walls of your classroom. Sir, perimeter into height, or 2 into L plus B into H. And underline. Now, square to cube. Perimeter of the square is, oh, great. What is perimeter of square? What is perimeter of square? A plus 4A. Height also A, 4A square. That is a surface area, 4A square. You want total surface area? A square plus A square, 6A square. 4A square plus A square plus A square, that is 6A square. Finish. Total surface area of a cube. Lateral surface area of a cube. Lateral surface area of a cuboid. Now you want total surface area of a cuboid? Lateral surface area plus, what is this? Length into breadth, 2LB. Or 2 into LB plus BH plus H. In short, what I am telling, the perimeter into height is the lateral surface area of a prism. This all of prism. Prism മനസ്സിലാക്കും. പ്രിസം മറ്റേ ട്രയാങ്കുലർ പ്രിസം മാത്രമല്ല, എല്ലാം പ്രിസം. സർക്കുലർ പ്രിസം, that means cylinder is a prism. Okay. So 3 dimension നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് total surface area, lateral surface area. Yes, lateral surface area or curved surface area. അതൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. സിലിണ്ടർ ഉണ്ടാവും. സിലിണ്ടർ ഒക്കെ ഞാൻ ബ്യൂട്ടിഫുൾ സിലിണ്ടർ ഒക്കെ കാണിച്ചു തരുന്നുണ്ട്. സർക്കിൾ ഇത്. അപ്പൊ സിലിണ്ടർ, ക്യൂബ്, ക്യൂബോയിഡ്, base perimeter into height, that is a lateral surface area, plus 2 faces, that is a total surface area. Now, what about the volume? Volume is how much water it contains, or container, how much liquid or air it is here. In my room, in your room, how much air is there? That is a volume. So that is why L into B into H is the height also, volume. I showed you height of the room, length, breadth, height. Length is the, breadth is the height. Height of the room. Maybe length is meter, this is 5 meter, height is 4 or 5 meter or 7 meter, something like that. Volume is L into B into H, LBH. Cuboid, LBH. Cube, you can make cube. All are A, side into side. Length is side, breadth is side, that is also A cube. You see A cube or side cube? Side cube. Are you following or not? Now come to the cylinder.
As you told me, base perimeter. Perimeter cylinder is base of cylinder circle. You can see that. I will show that. Circle. What is perimeter circle? That is circumference. Circumference or your head. Put a thread or put a, what I can say, tap. Measurement. What is the measurement? Circumference. So your head, your father's head, your mother's head, brother's head, you can see. Okay, circumference this much. The circumference of my head, that is 52 centimeters. You can measure yours. So here circumference of the circle 2 pi r. You study the beautiful formula 2 pi r. Height is h, 2 pi r into h. That is the lattice surface area of a cylinder. General formula circumference or perimeter of the base, that is a circle 2 pi r into h. That is lattice surface area. Meter square a centimeter square. Perimeter, you know, boundary. Perimeter is the boundary, measurement of the boundary. Football ground, the boundary. 2 into L plus B. That is the boundary. L. 2L plus 2 breadth. That is 2 into L plus B. That is the perimeter. Perimeter nowadays, എല്ലായിടത്തും ഫുട്ബോൾ മത്സരം എല്ലാവർക്കും പോയല്ലേ, എല്ലായിടത്തും ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ കാണാൻ പറ്റും. അപ്പൊ ഗ്രൗണ്ടിൽ, പഞ്ചായത്ത് ഗ്രൗണ്ടിലൊക്കെ കണ്ടില്ലേ, പലതരം ടൂർണമെന്റ് നടക്കുന്നു. അപ്പൊ പെരിമീറ്റർ ആവശ്യമാണ്. അവിടെയൊക്കെ ടിക്കറ്റ് കൊടുക്കാൻ വേണ്ടി ബൗണ്ടറി ആവശ്യമാണ്. പക്ഷെ കളിക്കാനോ ബൗണ്ടറി പെരിമീറ്റർ അല്ല വേണ്ടത്. എന്താ മട്ടോ എന്തായി കഴിഞ്ഞാലും, ഇനിയിപ്പോ പുല്ലോ ടർഫോ എന്തായി കഴിഞ്ഞാലും അവിടെ ഏരിയ കാണും. ഏരിയ ഓഫ് റെക്ടാങ്കിൾ അല്ലെങ്കിൽ ബി. നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റും. മാത്താണ്, എല്ലായിടത്തും മാത്സ്. ഒക്കെ സെന്റർ മാർക്ക് ചെയ്യാം, ഏരിയ മാർക്ക് ചെയ്യാനൊക്കെ മാത്സ്. ഓക്കെ, അപ്പൊ ഇത്ര മനസ്സിലായി. പെരിമീറ്റർ മീൻസ് ബൗണ്ടറി ആൻഡ് ഏരിയ മീൻസ് ഇൻസൈഡ്. എത്ര പുല്ല്, എത്ര ഗ്രാസ്, എത്ര ഇവിടെ എന്റെ റൂമിൽ എത്ര മാർബിൾ, എത്ര സ്ക്വയർ മീറ്റർ ആണ്. പെരിമീറ്റർ 100 മീറ്റർ, 400 മീറ്റർ ഒക്കെ ഉണ്ടാവും പെരിമീറ്റർ. നിങ്ങൾ ട്രാക്ക് കണ്ടിട്ടുണ്ടാവും. ദേവരി കോളേജ്, ഫറൂഖ് കോളേജിലൊക്കെ 400 ട്രാക്ക് ഉണ്ട്. ഇപ്പോൾ മാമോ കോളേജ്, മൊക്കം കോളേജിലൊക്കെ ഇപ്പൊ ആയിട്ടുണ്ട് 400. മുമ്പ് അതിലൊന്നുമില്ല. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഫറൂഖ് കോളേജും ദേവരി കോളേജും ഉണ്ട്. മറ്റു കോളേജിലൊന്നും കോളേജില്ല. എന്റെ സ്കൂളിന്റെ പറയണ്ടല്ലോ. ഇപ്പൊ സ്കൂളുകൾ ആയിക്കഴിഞ്ഞു. നല്ലതാണ്, നല്ലതാണ് ആവശ്യം. അപ്പൊ കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വോളിയം ഓഫ് എ സോളിഡ് L into B into H. Base area into base, what I can say, yes, volume is base area into height. What is volume of a cuboid? Base area, length into breadth, sir, height, LBH. What is the volume of a cube? Side cube, side into side into side, side. Now come to the ours, what I can say, nest prism, cylinder. ഇവിടെ എല്ലാത്തിനും എന്നോട് ചോദിച്ചു, സാർ സിലിണ്ടർ പ്രിസാണ്, സർക്കുലർ പ്രിസാണ്. സിലിണ്ടർ ഇസ് എ പ്രിസ, നോ കൺഫ്യൂഷൻ ഇസ്. പ്രിസത്തിന്റെ അതിന്റെ ഡെഫിനിഷൻ അങ്ങനെ തന്നെ. ബേസ് ഏരിയ, വാട്ട് ഇസ് ഏരിയ ഓഫ് സർക്കിൾ? പൈ ആർ സ്ക്വയർ. പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച് കിട്ടി നമുക്ക്. പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച് നമുക്ക് കിട്ടി, ഫോർമുല കിട്ടി. ഇതാണ് വോളിയം ഓഫ് സിലിണ്ടർ. ബൈയാട്ട് ആക്കേണ്ട കാര്യമൊന്നുമില്ല. സർക്കിളിന് സ്റ്റാർട്ട് ചെയ്യാം. പൈ ആർ സ്ക്വയർ. ഓക്കെ, പിന്നെ സ്ഫിയറിൽ പോവാം. സ്ഫിയറിന് ഒരു എളുപ്പമുണ്ട്. എന്താ പറയുക, 4 സർക്കിളാണ്. 1 സർക്കിൾ ഇസ് പൈ ആർ സ്ക്വയർ. 1 സർക്കിൾ 2, 3, 4. അത് ത്രെഡൊക്കെ ത്രെഡിന്റെ ഒരു സർക്കിളിന്റെ മേലെ നമ്മൾ ത്രെഡ് ചുറ്റിട്ട് 4 സർക്കിൾ കിട്ടും. ആ ത്രെഡിന്റെ ഇത് കിട്ടുന്ന അങ്ങനെയാ വരുന്നത്, ഏരിയ ഓഫ് സർക്കിൾ. ആ ത്രെഡിന്റെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പൊ 1 സർക്കിൾ ഇസ് പൈ ആർ സ്ക്വയർ. പൈ ആർ സ്ക്വയർ പ്ലസ് പൈ ആർ സ്ക്വയർ പ്ലസ് പൈ ആർ സ്ക്വയർ പ്ലസ് പൈ ആർ സ്ക്വയർ, 4 പൈ ആർ. That is the total surface area. Sorry, surface area of a sphere. സ്ഫിയർ, ഫുട്ബോള്, ക്രിക്കറ്റ് ബോള്, ലെമൺ, ആപ്പിൾ എല്ലാം വളരെ രസമാണ്. ഒരുപാട് കാര്യം പറയാനുണ്ട്, ഇതിലൊക്കെ പറയുന്നത്. ബി കെയർഫുൾ. 4 പൈ ആർ. പക്ഷെ ഹെമിസ്ഫിയറിന്റെ 4 പൈ ആർ സ്ക്വയർ അല്ല. ഒരു ആപ്പിൾ കട്ട് ചെയ്താൽ വൈറ്റ് പാർട്ട് ഉണ്ട്. അപ്പൊ 4 പൈ ആർ സ്ക്വയർ ബൈ 2 പൈ ആർ സ്ക്വയർ അല്ല, 2 പൈ ആർ സ്ക്വയർ പ്ലസ് പൈ ആർ സ്ക്വയർ, വൈറ്റ് പാർട്ട്. ദാറ്റ് ഇസ് 3 പൈ ആർ സ്ക്വയർ. CBSE കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റൻ, ശരിയായി ചോദിക്കും ഹെമിസ്ഫിയറിൽ. ഞാൻ ഇതിലെന്നെ പറഞ്ഞിട്ടുണ്ട്. 4 പൈ ആർ സ്ക്വയർ ഇസ് ദ സർഫസ് ഏരിയ. ഈ സ്ഫിയർ വളരെ രസമാണ്. ഒരു ഫേസ് ആണ് സ്ഫിയറിന്. അപ്പൊ ഹെമിസ്ഫിയറിന് 2 സ്പേസ്, 2 ഫേസസ്, 2 ഫേസസ്. Sphere has 1 face, that means total surface area 4 pi r square. But hemisphere has 2 faces. One is the curved surface area, other is the flat one, that is pi r square plus 2 pi r square. 4 pi r square by 2 pi r square plus pi r square, 3 pi r square. But 3 pi r square plus 3 pi r square is 6 pi r square. But the
total surface area of a hemisphere. So sphere is not 4 pi, 6 pi r square, but 4 pi r square. But before that, 20, I think so, one question. Hemisphere is 3 pi r square, 2 hemisphere 3 pi r square, 3 pi r square plus 3 pi r square, we are getting a sphere. The total surface area, sphere has surface area, but you are talking hemisphere as lateral surface area and total surface area. Lateral surface area of hemisphere is 2 pi r square, total surface area is 3 pi r square, and 3 pi r square plus 3 pi r square, 6 pi r square we study. But sphere has one surface area. That is surface area, no total, no lateral, only one face. Why it is 4 pi r square? It must be 6 pi r square. You have to think. അതൊന്ന് ചിന്തിക്കുക, എന്തുകൊണ്ട് 3 pi r square 3 pi r square ആണ് അബ്ദുള്ള സർ പറഞ്ഞ് നമ്മൾ പഠിച്ചത് 8-ലൊക്കെ പഠിച്ചു. ആ 10ൽ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. ഞാൻ പഠിച്ചു കഴിഞ്ഞു. 3 pi r square plus 3 pi r square is 6 pi r square, but it is 4 pi r square. Okay, think about everything. അതിനെല്ലാം എൻ്റെ ഇതിലുണ്ട്. ഞാൻ ഇതാ I will let me share my knowledge. ഓക്കെ, ഇപ്പം വളരെ ധൃതിയിൽ 5-10 മിനിറ്റ് ഞാൻ ബടായി പറഞ്ഞിട്ട് അപ്പൊ മനസ്സിലാക്കാം. ഒരുപാട് കാര്യം പറയാം, നമുക്ക് പറയാം. ഇത് ഏതായാലും എല്ലാവരും ഫ്രീ അല്ലേ, മാത്സിന്റെ ബേസിക് ഐഡിയ നമുക്ക് മനസ്സിലാക്കാം. എന്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. പ്രത്യേകിച്ച് 8, 9, 10 ക്ലാസ്സിലെ കുട്ടികൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. 6, 7 പറയണ്ടില്ല. ഓക്കെ, then let me share this. All okay, please listen. Our date on the matter, date is not what I can say 1/4/2020. This is now it is 15, I think so. Vishu day. Okay, no problem. I think so. Okay. Now, happy Vishu, I told you. Surface area, volume, basic ideas. Yes, look here. Polygons, you know polygons. These all are polygons. What do you mean by polygon? What is polygon? Triangle is the smallest polygon. Triangle is the baby polygon. Look here. It is not a polygon. It is not a polygon. It is an angle, right? Angle. Now, if you are keeping one more, it is close. It is a triangle, smallest polygon. Triangle is the smallest polygon. Correct? Blue color, another color, black. It is an angle only. It is not a polygon, but it is a polygon. Smallest baby polygon is triangle. I did before. This is polygon. Means what is polygon? A closed figure made up of line segment. It is a line segment. Yes. Closed figure made up of line segment. It must be closed. Triangle is the smallest polygon. Here the formula is the perimeter triangle. Side. Sum of 3 sides. And area. Here A is AB, like that only. Formula. Shapes. Rectangle. Everything you know. W plus L. Okay. 2 into L plus B. Rectangle. Square. Parallelogram. You know parallelogram family. You know that. Polygon family. These all are polygons. Square is a polygon. Parallelogram is a polygon. Rhombus is a parallelogram. Rhombus is a, what I can say, polygon also. In a trapezium. Trapezium is the one side is parallel. It is a quadrilateral. Kite is a pentagon is a hexagon. You know, hexagon, pentagon, 5 sides. Regular hexagon, regular pentagon. Many things are there. Okay. Please take the screenshot of this one. These all are two surface area, volume. I am talking about here perimeter polygon. That means a display figure. This whole area, I told you area of the rectangle L into B, area of square is side square, BH by 2, half BH, like that, yeah, like that. Now perimeter of the kite, pentagon means how many sides? This here you are talking about pentagon means equilateral pentagon, regular pentagon, regular hexagon. You know equilateral triangle is there. Regular figure means all sides are equal, all angles are equal. Equilateral triangle is there, like that. Now listen here perimeter. All of you write this or take the screenshot. Perimeter of a plane figure is the total distance around their boundaries. Listen that. Total distance around their boundaries. Whatever be the figure. Okay, I will write. Whatever be the figure,
around the length such as centimeter or meters. Boundary, playground boundary or your house walls are there outside. Perimeter measured in unit length such as centimeter, meter, kilometer. Get any confusion? Class 5, 6 എന്നൊക്കെ പഠിച്ച കാര്യങ്ങളാണ്. പോളിഗൺ ഒരുപാടുണ്ട് കേട്ടോ. ട്രയാങ്കിൾ, കോളിലാറ്റർ, പെന്റഗൺ, ഹെക്സഗൺ, സെപ്റ്റഗൺ, ഹെപ്റ്റഗൺ, ഒക്ടഗൺ, എയ്സൈഡ്, നണ്ണഗൺ, ഡെക്കഗൺ, 10 സൈഡ്, അങ്ങനെ പോകും. ഡെക്കഗൺ വരെ നിങ്ങൾ പഠിക്കണം. 10 സൈഡ്. ഒക്കെ ദിസ് ഓൾ ആർ പോളിഗൺ. പോളിനോമിയൽ അല്ല, പോളിഗൺ. ഗണ്ണും അല്ല കേട്ടോ. AK-47 ഗൺ ഈസ് GUN അല്ല, GON. പോളിഗൺ. പോളി, മെനി, POLY, polygon. Polynomial different. 2s plus 3. Oh, that is polynomial. Here, polygon. Now I am coming to area of the plane figure. The region occupied by a two-dimensional plane figure, closed figure. Regular, non-regular polygons are the regular means sides are equal. Square is a regular polygon. Equilateral triangle is a regular polygon. Regular pentagon, regular hexagon, അതങ്ങനെ പറയാം. ഒരു പെന്റഗന്റെ സൈഡ് 6 ആണ്, എല്ലാ സൈഡും 6 ആയിരിക്കും. ആംഗിൾ, എല്ലാ ആംഗിൾ ഈക്വൽ ആയിരിക്കും. യുനോ 5 ആംഗിൾസ് ഉണ്ടാവും. കൊല്ലാറ്റിന് 4 ആംഗിൾസ് ഉണ്ടാവും. ടോട്ടൽ 360. 90 ആണെങ്കിൽ 490, 90. അതാണ് സ്ക്വയർ, റെക്ടാംഗിൾ, സ്ക്വയർ ഒക്കെ പറയുന്നത്. അത് മീറ്റർ സ്ക്വയർ, സെന്റിമീറ്റർ, സ്ക്വയർ കിലോമീറ്റർ. സംശയം ഉണ്ടോ? ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ടായിരിക്കും പറയാം, കുറെ കാര്യം കവർ ചെയ്യാൻ. സ്പീഡ് കുറക്കണോ? ഓക്കെ, ഐ വിൽ റെഡ്യൂസ് മൈ സ്പീഡ്. നിങ്ങൾ ഫാസ്റ്റ് അടിച്ചാൽ മതി. The region occupied by two dimensions, that means plane figure, that is called area. Region, how much air is there, how much what I can say, not air, sorry, not volume, how much gas, എത്ര ടൈൽസ്, എത്ര മാർബിൾ, അല്ലെങ്കിൽ എത്ര ഏരിയ. നമ്മളിപ്പം ഗ്രൗണ്ടിലൊക്കെ ആണല്ലോ എത്ര ഏരിയ. Now I am coming to the topic. LSA, lateral surface area of a prism. ഇതൊന്ന് വീഡിയോ എടുത്തു, സ്ക്രീൻഷോട്ട് എടുത്തു. ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്. കാരണം ഇത് നിങ്ങളെ CBSE ബുക്കിലില്ല, IGCSE-ലുണ്ട്, അമേരിക്കൻ സിസ്റ്റത്തിലെല്ലാം ഉണ്ട്. ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്. ഇവിടെ തന്നെ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ പ്രിസം ഈസ് കോമ്പൈൻഡ് ഏരിയ വിത്ത് 2 bases ആൻഡ് ദ ഏരിയ ഓഫ് ദ ലാറ്ററൽ സർഫേസ്. ഈ ലാറ്ററൽ സർഫസ് കൂട്ടിയതാണ് ടോട്ടൽ സർഫസ് ഏരിയ. അതാ ഇവിടെ ഇങ്ങനൊക്കെ പറഞ്ഞു. അതായത് ലാറ്ററൽ സർഫസ് ഏരിയ പ്ലസ് 2 base ആൻഡ് ടോപ്പ്, 2 bases ആൻഡ് ദ ഏരിയ ഓഫ് ദ ലാറ്ററൽ ഫേസസ്. കോമ്പൈൻ ഏരിയ ഓഫ് ദ ബേസിലെ ബേസും അത് ആ ബേസ് അവിടെ മേലെ റൂഫ് പറയും. ഓക്കെ, ലാറ്ററൽ സർഫസ് ഏരിയ യു അണ്ടർസ്റ്റാൻഡ് ദിസ്. ബേസ് പെരിമീറ്റർ ഇൻറ്റു പെരിമീറ്റർ ആണ് കേട്ടോ, ബേസ് പെരിമീറ്റർ. പ്രിസം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പ്രിസാണ്. ഓക്കെ, നൗ volume, the amount of space that occupied by a substance and object. Amount of space. The volume of the glass, volume of the bottle, volume of the can, petrol volume, something like that. This much volume we can see. Centimeter cube, a meter cube, or cubic kilometer. Meter cube ഒക്കെ കാണാൻ പറ്റും. Remember that meter square, that is area. Meter into meter, 100 into 100. 10,000 centimeters square. Meter cube വരുമ്പോൾ 1000 centimeter cube, 1000 millimeter cube ആണ് ലിറ്റർ വരുന്നത്. ഓക്കെ, അത് വേറെ ഞാൻ പറഞ്ഞത്. Now here topic covered circles, sphere. ഈ സർക്കിൾ നിന്നാണ് നമ്മൾ സ്ഫിയറിലേക്ക് വരുന്നത്. കണ്ടോ, റേഡിയസ് ഓഫ് സർക്കിൾ. സർക്കിൾസിനെ പറ്റി പറയാൻ ഒരുപാട് കാര്യം. നടുവിൽ സർക്കിൾ ഉണ്ട്, റേഡിയസ് ഉണ്ട്, ഡയമീറ്റർ ഉണ്ട്, സെക്ടർ ഉണ്ട്, സെഗ്മെന്റ് ഉണ്ട്, പിന്നെ ഏരിയ ഓഫ് സെക്ടർ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ടാൻജന്റ് ടു സർക്കിൾ, സീക്കന്റ് ലൈൻ, അങ്ങനെ പോകും. എനിവേ ദിസ് എ സ്ഫിയർ. കണ്ടോ, ഒരു യെല്ലോ കളർ ബ്യൂട്ടിഫുൾ സ്ഫിയർ. റേഡിയസ്, സ്ഫിയറിന്റെ സർഫസ് ഏരിയ ഞാൻ പറഞ്ഞു, πr² പ്ലസ് πr² പ്ലസ് πr² പ്ലസ് 4πr². നൗ ഹിയർ സ്ഫിയർ, സർക്കിൾ ആൻഡ് സ്ഫിയർ. സർക്കിൾ ആണ് സ്ഫിയർ ആകുന്നത് അല്ലേ? സർക്കിൾ ഹാസ് നോ ബോഡി. സർക്കിളിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ നിങ്ങളെ ബാങ്കിളില്ലേ, ബാങ്കിള് മദർ അല്ലെ, നിങ്ങളെ കയ്യിലെ ബാങ്കിള്, ഗേൾസ് ഉണ്ടല്ലോ ബാങ്കിൾ,
പ്ലാസ്റ്റിക് ബാങ്കിലാണ് പൊട്ടിച്ചാൽ നമുക്കൊരുപാട് ആർക്ക് കിട്ടും. പീസ് ഓഫ് എ സർക്കിൾ, ദാറ്റ് ഇസ് ആർക്ക്. അതിൽ ഒരുപാട് ആർക്ക് കിട്ടും. പിന്നെ പോളിഗൺ, സ്ക്വയർ, റെക്ടാംഗിൾ, ട്രയാംഗിൾ, പാരലോഗ്രാം, ദിസ് ഓൾ ആർ പോളിഗൺ. ഐ ടോൾഡ് യു. ലൈൻ സെഗ്മെന്റ്, അത് ക്ലോസ് ഫിഗർ മെയ്ഡ് ഓഫ് എ ലൈൻ സെഗ്മെന്റ്. ഞാൻ കാണിച്ചു തന്നു. ഇത് ക്ലോസ് അല്ല, ഇത് ക്ലോസ് അല്ല, ഇത് ക്ലോസ് അല്ല, ഇത് ലൈൻ സെഗ്മെന്റ്, ആംഗിള്. പിന്നെ ഒന്ന് ക്ലോസ് ആക്കി. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ? See my beautiful pen? Look, blue. Now it is closed. Okay, fine. Listen. Polygon. Now, polygon family കണ്ടില്ല. ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കും. പോളിഗൺസ്, ട്രയാങ്കിൾ. ആ ട്രയാങ്കിൾ തന്നെ ബേസ് ചെയ്തിട്ട് എന്തൊക്കെയാ ഉള്ളത്? ഈക്വലാറ്ററൽ ട്രയാങ്കിൾ, സ്കലിയൻ ട്രയാങ്കിൾ, ഐസോസിലർ ട്രയാങ്കിൾ. ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഈ മിസ്സിംഗ് ആണ്. ഈ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഓൾ ആംഗിൾസ് ആർ ഈക്വൽ, ഓൾ സൈഡ്സ് ആർ ഈക്വൽ. സ്കലിയൻ ട്രയാങ്കിൾ ഓൾ ആർ ഡിഫറെന്റ്, എല്ലാ സൈഡും ഡിഫറെന്റ് ആണ്. അപ്പൊ ആംഗിളിന് പറയേണ്ടില്ലല്ലോ, എല്ലാം ഡിഫറെന്റ് ആണ്. ടോട്ടൽ 180 ഡിഗ്രി. ഐസോസിലേഴ്സ് മീൻസ് ഐ സോ യു, രണ്ട് സൈഡ് ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് ടു ആംഗിൾസ് ആർ ഈക്വൽ, ടു സൈഡ്സ് ആർ ഈക്വൽ, all sides are equal. Isosceles means two sides are equal. Equilateral means all sides are equal. Scalene means sides are different. Now, based on angles, triangles in the kandile, angles, right triangle, one angle is 90 degrees. Obtuse, one angle is more than 90 degrees. That means obtuse, more than 90 degrees. Okay. Now, here acute means all angles are less than 90 degrees. Acute. Acute, you know, acute, obtuse, acute. Here also. Look here, acute angle, right angle, look, right angle, acute angle, right angle, we know obtuse angle, more than 90 degrees. Okay. We know zero angle, straight angle. The angle, 180 degrees. Complete angle 360 degree. Complete a circle is 360. Reflex angle in the like a reflex angle. Our protractor 180 degree. How can we draw reflex angle? Total 360 minus 200 angle. 200 minus say 160 amuk protractor work. What I can say supplementary angle, that is reflex angle. 360 la protractor unde. Engineers oku upayikkund, but this clock upayikkund. Nammal 180 upayikkund. Now look here, obtuse, acute. You know, polygon and the quadrilateral family. Four side, quadrilateral and four side. Triangle the moon is a three side. Pineda trapezium. One pair is parallel, two parallel side. One pair. Pinna isosceles trapezium ka verunnu litto. Isosceles trapezium. Pinna the CBSE is very important. IGCSE. Ini parallelogram. Parallelogram, two pairs of parallel side. This graph doesn't delay. Opposite sides are parallel and equal. When we kite the perfect in the bottom parbijile. No parallel side. Adjacent sides are equal. A blue color of kite. Kite in area like kite patangal and no putting good. Up a kite in area like kite in the Tony. Null on the Avishel and Yandan Agash take Parakanit. Kaita Nular, Ariala, Kaiti. Workadi, Nalla moral story. A Nulu Potijakaiti. Outer than a Kalek beach in the Patambar beach. Kalwood, a Hungarian party land, then a Kaiti, a Hungarian. In a rectangle. Rectangle number Terpatilla, but Nalanglas and Janglas. Opposite sides are equal and parallel. Angle 90 degree, right angle. Rhombus. Rhombus on the Cherinala, 90 degrees, straight. Straight 90 degrees, 90 degrees. That's rectangle. Rhombus on the Cherinjit relax in the rhombus. But all sides are equal, opposite. All sides are equal. Okay. Now square. Square means a large a rectangle and a square is a rectangle. All sides are equal. In a rectangle, all quality. Sides are equal. Rectangle size equal and opposite sides are equal. But all sides equal 90 degrees. Rhombus all sides equal, but angle 90. So, fast time is Palavatta. Look on the Ningale. Nalla Makal, please. This is the screenshot. Ningle separate triangle. Look a polygon.
കോഡിലാറ്റർ, പിന്നെ പെന്റഗൺ, ഹെക്സഗൺ അത് ആവശ്യമില്ല. അതങ്ങനെ കുറെ പറയാൻ ഡെക്കഗണ് ഒക്കെ വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാതെ ഈ ട്രയാങ്കിൾ ഫാമിലിയും പിന്നെ കോഡിലാറ്റർ ഫാമിലി 2 A4 പേപ്പറിൽ ഒന്ന് വരച്ചുകൊണ്ട്, എന്നിട്ട് ഇത് 2 പോളിഗൺ ആണ് വലിയൊരു ഷീറ്റ് നമുക്ക് ഒട്ടിക്കാം. ഓക്കെ, ഒരുപാട് കാര്യം പറയാനുണ്ട്. ഇതാ പ്രിസം ഒക്കെ വരുന്ന ഞാൻ പറഞ്ഞില്ലേ. പ്രിസം ഫാസ്റ്റായി പറയാം. പ്രിസം, ക്യൂബ്, ക്യൂബോയിഡ്, സിലിണ്ടർ, ഇതാണ് 3 dimension. In geometry, a prism is a polyhedron with 2 congruent and parallel faces called bases that are connected by a set of parallelogram faces called lateral faces. ഇതൊക്കെ lateral faces ആണ്. ഇതാണ് പ്രിസം. ബേസ് on top ഒരേ ഇതിൽ പോകും. By the shape of their bases, which can be polygons such as triangular prism, rectangle prism, square prism, or pentagon. എന്തെങ്കിലും ബേസിലെ ഷേപ്പ് തന്നെ ആയിരിക്കും മേലെ, അതനുസരിച്ച പേര്. ട്രയാങ്കുലർ പിസം, റെക്ടാങ്കുലർ പിസം, സ്ക്വയർ പിസം ഒക്കെ കാണാൻ പറ്റും. അപ്പൊ ഈ പ്രിസത്തിനെ പറ്റി മനസ്സിലാക്കുക. ഇവിടെയാണ് ഞാൻ ഫോർമുല പറഞ്ഞത്. ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് എ പ്രിസം ഈസ് ഈക്വൽ ടു ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആൻഡ് വോളിയം ഓഫ് എ പ്രിസം ഈസ് ഈക്വൽ ടു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, ബ്യൂട്ടിഫുൾ ഫോർമുല. അതൊന്ന് ഓർക്കുക. മറ്റു കാര്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഒരുപാട് കാര്യം നമുക്ക് പറയാനുണ്ട്. ഇവിടെ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ടൈം അലൗ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ജസ്റ്റ് യെസ്, ലുക്ക് ഹിയർ, ഓൾ ഓഫ് യു പ്ലീസ് ലിസൺ ഹിയർ, പ്ലീസ്. കണ്ടില്ലേ? ഇതൊന്ന് ശ്രദ്ധിക്കുക പ്ലീസ്. കുറെ കാര്യങ്ങളുണ്ട്, യൂട്യൂബിലുണ്ട്. ടീം മാത്സ് ലാബിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെതാ പ്രിസം ഒക്കെ കാണിക്കുന്നു. പ്ലീസ്, അത് പറഞ്ഞു തന്നെ. കണ്ട പ്രിസം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് കാണുന്നില്ല, നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതാ ദിസ് എ പ്രിസം. സോറി, ഇതാണ് സർക്കിള്. കോണ്. ഇത് പ്രിസത്തിന് എങ്ങനെയാണ് ലാറ്ററൽ സർഫസ് ഏരിയ ഇങ്ങനെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ലാറ്ററൽ സർഫസ് ഏരിയ കാണാൻ പറ്റും. അത് കവർ ചെയ്ത അത് റെക്റ്റാങ്കിൾ ആണ്. അതാണ് പറയുന്നത്. അത് അടുത്ത വീഡിയോയിൽ ഇതൊരു ടൈം ഒരുപാടായി. ഇപ്പൊ അതുകൊണ്ട് അത് റെക്റ്റാങ്കിൾ ആയിരിക്കും. എല്ലാം ഇവിടെ ഉണ്ട്. ഇതാ ഇവിടെ കണ്ടില്ലേ, പ്രിസം ഉണ്ട്. പ്രിസം ഈസ് ദ, യു ക്യാൻ സീ, ദിസ് ഈസ് ദ പ്രിസം ആൻഡ് കോൺ ഈസ് ദ. അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ നോക്കി. ടീൻ മാത്ത് ലാബ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമായി കിട്ടും. ആ പ്രിസം പിന്നെ ബ്യൂട്ടിഫുൾ സ്ഫിയർ അത് അവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ സർക്കിൾ ഉണ്ട്, കോൺ ഉണ്ട്. കോണിനൊരു എല്ല് കൂടുതലാണ്. ഇത് റെക്റ്റാങ്കിളിന്റെ ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് അല്ലേ, ഈ ലെങ്ത് ആണ് അതിന്റെ 2πr. സർക്കിൾ അല്ലായിരുന്നു, കണ്ടില്ല? ആ സർക്കിൾ 2πr. ആ ലെങ്ത് 2πr, പെരിമീറ്റർ 2πr ഇന്റെ ഹൈറ്റ് h, 2πrh. അതാണ് നമുക്ക് കിട്ടുന്നത്. അതാണ് പറയുന്നത്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സർക്കിൾ ആണ്, ദാറ്റ് ഈസ് സർക്കിൾ 2πr ഇൻറ്റു h. ഇനി ഏതാ സർക്കിളിന്റെ കണ്ടില്ല, ത്രെഡ് വെച്ചിട്ട് ആദ്യം പറഞ്ഞിട്ടുണ്ട്, ആ വീഡിയോയിലുണ്ട്. ത്രെഡ് വെച്ചിട്ട് ലുക്ക്, സർക്കിൾ 2πr ഇൻറ്റു h. ആ പേപ്പർ ഉണ്ട് റെക്ടാങ്കിൾ L ഇൻറ്റു B. ആ L 2πr അല്ലേ? 2πr, യെസ് സർ, ദാറ്റ് സർക്കിൾ 2πr. പെരിമീറ്റർ, സർക്കംഫറൻസ് 2πr ഇൻറ്റു h. അണ്ടർസ്റ്റുഡ് ഐ തിങ്ക്, മനസ്സിലായത്? പലവട്ടം ഞാൻ കാണിക്കുന്നത്. 2πr ക്ലിയർ ആക്കാം. ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചു നോക്ക്. 8ലുണ്ട്, 9ലെല്ലാം ഉണ്ട്. ഓക്കെ ദെൻ നെക്സ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ക്ലിയർ അല്ലേ? ആ കൺസെപ്റ്റ് ക്ലിയർ ആയി തോന്നുന്നു. 2πr ഇൻറ്റു h. കണ്ടേ, സർക്കിൾ ഉണ്ട്, സ്ഫിയർ അതാ അവിടെ കാണുന്നത്. പിന്നെ പിരമിഡ് തന്നെയാണ്. പിരമിഡ് അല്ല, പ്രിസം, സർക്കുലർ പ്രിസം ആണ് അത്. യെസ്, ദാറ്റ് ഈസ് ദ സിലിണ്ടർ. മനസ്സിലായെന്ന് വിശ്വസിച്ചു സാർ, പലവട്ടം പറയുന്നു. സർക്കുലർ പ്രിസം. ലുക്ക് ഹിയർ, ലുക്ക് L ഇൻറ്റു B, 2πr ഇൻറ്റു h. അതൊന്ന് ക്ലിയർ ആക്കുക, ഇതിൽ മനസ്സിലാക്കുക. പിന്നെ കോണ് കണ്ടില്ലേ, അത് വരും. ഒരു എല്ല് കൂടുതലാണ്. എല്ല് നമ്മൾ കണ്ടുപിടിക്കണം കോണിന്റെ. സർക്കിൾ ഇൻറ്റു 2πr ഇൻറ്റു h. ഓക്കെ, അതൊന്ന് എഴുതാ, ഒന്ന് പ്ലീസ് ഒന്ന് എഴുതി. പിന്നെ ഇതാ ഇതില് ആ കോണിന്റെ ബ്ലൂ കളർ കോൺ എടുത്താൽ എല്ല് കാണും. 2πrh അല്ല, സ്ഫിയർ, ദാറ്റ് ഈസ് സ്ഫിയർ. സർക്കിൾ ടു സ്ഫിയർ അതാ പറയുന്നത്. ഹെമിസ്ഫിയർ ഒക്കെ വരും. ഹോളോസ്ഫിയർ ആണ്. നമ്മൾ സാധാരണ സോളിഡ് ആണ്.
ഉള്ളില് ആപ്പിളൊക്കെ പറഞ്ഞ അങ്ങനെയല്ലേ വരുന്നത്. ഇതാ ഞാൻ പറഞ്ഞത് 2πr plus πr square. 4πr square. 4πr square. What is the 4πr square? Is the total surface area of the uh, sphere, one face only. But look here, hemisphere. Red color കണ്ടില്ലേ, ഒരു സർക്കിൾ ഉണ്ട്, മറ്റേ 2πr plus πr square. πr square 2πr square plus πr square അതല്ലേ, അതാണ് ഈ കാണുന്നത്. 3πr square plus 3πr square, that is 6πr square. See, now look all of you, ഒന്ന് ശ്രദ്ധിക്കൂ please. 3πr square plus 3πr square, it must be 6πr square, but it is 4πr square. ഹെമിസ്ഫിയർ രണ്ടെണ്ണം യോജിപ്പിക്കും എന്താ, ആപ്പിളൊക്കെ യോജിപ്പിക്കും എന്താ കാണുന്ന, വൈറ്റ് പാർട്ട് ഉള്ളിൽ പോവില്ലേ, അതാണ്. ഓക്കെ, now look here, 3πr square 3πr square 3πr square plus 3πr square, look, that is 6πr square. No, അത് ജോയിൻ ചെയ്യുമ്പോൾ ആ റെഡ് കളറിലെ ആ ഭാഗം പോകും, അതാണ് പറയുന്നത്. Look, this is πr square, this is πr square, πr square plus 2πr square 3πr square. കറക്റ്റ്, ശരിയല്ലേ? 3πr square ആണ് എന്റെ കയ്യിലില്ല ഈ ഹെമിസ്ഫിയർ. Now right hand 3πr square, left hand also 3πr square. I am joining 3πr square plus 3πr square. What is happening? ഇവ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും, പ്ലീസ് 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 listen here. What I am doing? Look here. What is happening in the red color part? The red color part. Yes. Carry on. Yes. Listen. 3πr square plus 3πr square. Join together. Ah, mashallah, great. Now 4πr square. The πr square is outside. Understand? That is why CBSE question ഇപ്രാവശ്യം ചോദിക്കും. ഇത് ഓർക്ക, സാറ് പറഞ്ഞു, ഞാൻ അബ്ദുൽ സാർ പറഞ്ഞിരുന്നു, ഇങ്ങനെ കാണിച്ചു തന്നിരുന്നു. ഓക്കെ, then 4πr square. Now it is 4πr square. This sphere has only one face. Total surface area, lateral, all are same, but hemisphere has two faces. Okay, my dear children, I think you understood. ഇത് മാർക്ക് ചെയ്ത് ഇനി കോണിലേക്ക് വരും. ഇനി നോക്കി, ലിസൺ ഹിയർ. കോണൊക്കെ അടുത്ത പ്രാവശ്യം പറയാം, എല്ല് വരും. കാരണം പൈത്തഗോറസിനെ വിളിക്കാം what I can say, hypotenuse square is equal to sum of the squares of other two sides. ഒരു എല്ല് കൂടുതലാണ് കോണ്. പക്ഷെ ഫോർമുല വോളിയം πr square h/3 കോണിൻ്റെത് അങ്ങനെ വരുന്നത്. 3 കോണ് വെള്ളം ഇത് നിറച്ച് സാറ് കാണിച്ചു തരും. ലിസൺ ആയി നോക്കിയ കോൺ, ഇറ്റ് ഈസ് ഒരു എല്ല് കൂടുതലാണ് കോൺ, കണ്ടില്ലേ? സ്ലാൻഡ് ആയിട്ട് എല്ലിന് ഉള്ളിൽ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. ദാറ്റ് വാട്ട് ഐ ക്യാൻ സേ, ദിസ് ഈസ് റൈറ്റ് ട്രയാങ്കിൾ. ആഫ്റ്റർ ദാറ്റ് ഒരു കോണ് നമ്മൾ അങ്ങനെ കിട്ടുന്നത്, ഒരു സർക്കിളിന് കോൺ എടുത്തിട്ട് നമ്മൾ കോണ് കിട്ടും. അതിന്റെ റേഡിയസ് ഉണ്ട്, പക്ഷെ അതിന്റെ ഇത് മാറും, ഹൈറ്റ് ഒക്കെ മാറും. എല്ല് ഹൈറ്റായി വരും, അങ്ങനെ വരുന്നത്. ഈ കോണിലെ 3 times ഒരേ ഹൈറ്റുള്ള കോണും സിലിണ്ടറും കണ്ടില്ല, ഇതില് 3 പ്രാവശ്യം വെള്ളം നിറയ്ക്കാലേ ഇതാവും. അതായത് 300 ml ആണെങ്കിൽ ഇത് 3 പ്രാവശ്യം 300 plus 300 plus 300 900 ml ആയിരിക്കും അതിന്റെ വെള്ളം അതിലേക്ക് ഒഴിക്കുന്ന കാണാൻ പറ്റുന്നില്ല. ഓക്കെ, മനസ്സിലാക്കുക. വോളിയാണ്, പക്ഷെ എല്ല് കാണാൻ പൈത്തഗോറസ് തിയറം ഉപയോഗിക്കണം. L square is equal to h square plus r square. ആ റൈറ്റ് ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്, അതിൽ കാണിച്ചു തരാം. L square is equal to high square plus radius square plus r square. പൈത്തഗോറസിനെ വിളിച്ചിട്ട് അത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. റൈറ്റ് ട്രയാങ്കിൾ എവിടെ കണ്ടാലും നിങ്ങൾ പൈത്തഗോറസിനെ വിളിക്കണം. പൈത്തഗോറസ് തിയറം. ഹൈപ്പോട്ടനസ് സ്ക്വയർ is equal to sum of the squares of other two sides. പക്ഷെ വോളിയം കൺസെപ്റ്റിൽ എല്ലാം ആവശ്യമില്ല. അത് ലാറ്ററൽ സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയയിലാണ് വേണ്ടത്. വോളിയം πr square h/3 1/3 πr square h. അതായത് ഇതിന്റെ വോളിയം, ഇതിൽ സിലിണ്ടർ അതാ സെയിം ഹൈറ്റ് ആണ്, അത് സർക്കിളും ബേസും സെയിം ആയി കഴിഞ്ഞാൽ ഇതിന്റെ 3 times ആയിരിക്കും അതിൽ വെള്ളം കൊള്ളുന്നത്. എന്തെടുത്താലും നിങ്ങൾ ജ്യൂസ് എടുത്താലും എന്തായി കഴിഞ്ഞാൽ, ഷുഗറോ മണൽ എന്തെടുത്താലും. ആ എക്സ്പെരിമെന്റ് ബുക്കിലുണ്ട്. എക്സ്പെരിമെന്റ് ഇവിടെ ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ലിസൺ ചെയ്യും. ഒരു 10 മിനിറ്റ് കൂടി ക്ഷമിയാ, സോറി 5 മിനിറ്റ് വെള്ളമൊക്കെ ഇപ്പൊ നിറച്ച് കാണിച്ചു തരാം. ഈ വെള്ളം എത്ര ആയി കഴിഞ്ഞാലും 100 milliliter അല്ലേ, 300 milliliter വെള്ളമാണെങ്കിൽ അതിൽ 100 plus 100 plus 100 300 ml ആവും. അല്ലെങ്കിൽ ഇതിലിപ്പോ 600 ml വാട്ടർ ഉണ്ടെങ്കിൽ ഇതിൽ നമ്മൾ 200 ml ആണ്. 600/3 അതാണ് കൺസെപ്റ്റ് വരുന്നത്. അതുകൊണ്ടാണ് πr square h/3 എന്ന് നമ്മൾ പറയുന്നത്. അതാ ലിസൺ ഹിയർ, ഇവിടെ ശ്രദ്ധിക്കും.
വെള്ളം നിറക്കാൻ പോകുന്നുണ്ട്. വെള്ളം നിറച്ചിട്ട് അതിലിപ്പോൾ നമുക്ക് ഒഴിക്കാം. അതിലേക്ക് ഒഴിക്കാം 3 പ്രാവശ്യം. പിന്നെ ആ സിലിണ്ടറിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് ഒഴിവാക്കുകയും ചെയ്യാം, എത്ര വെള്ളം ഉണ്ടെങ്കിലും. 1 liter is equal to how many milliliter? 1 liter is how many milliliter? Okay, 1000 milliliter. 1 meter 100 centimeter. 1 kilometer 1000 meter. 1 meter square 100 into 100 centimeter square, and 100 into 100 into 100 centimeter cube. That is the volume. Okay. Now all of you please listen. Let me do. Now fast I cheythu kaanichara. Look here. Here I am going to fill the water. Vellam narakkana. All of you listen. Please. Onnu listen. Okay. വെള്ളം ഇതാ ഇവിടെ ഉണ്ട്. വെള്ളം കുടിക്കുന്ന വെള്ളമാണ് നിറക്കുന്നത്. ഇതാ വെള്ളത്തിലൊക്കെ വെള്ളമുണ്ട്. ഇതാ അത് കുടിക്കട്ടെ വെള്ളം. ഹൈറ്റ് സെയിം ആവണം. ബേസ് ഏരിയ, അതായത് ബേസ് സർക്കിളാണ്, സെയിം സർക്കിൾ. 2 സിലിണ്ടർ കാണുന്നത്, അത് ഒന്നിൽ വെള്ളം നിറക്കും. ശരിയാണ്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. കുട്ടികൾ വന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അതാ യെസ് പ്ലീസ്. ഏരിയ സർക്കിൾ മസ്റ്റ് ബി സെയിം. ഏരിയ ബേസ് ഏരിയ മസ്റ്റ് ബി സെയിം. വലിയ സർക്കിൾ ഒന്നും പറ്റില്ല. ഹൈറ്റ് മസ്റ്റ് ബി സെയിം. ഹൈറ്റ് ഐ എം നോട്ട് ടോക്കിംഗ് സ്ലാൻഡ് ഹൈറ്റ് അല്ല. സ്ലാൻഡ് ഹൈറ്റ് എന്ന് ആ കോണിന് പറയാം. ഹൈറ്റ് 2 ഹൈറ്റ് ഉണ്ട്. പെർപെൻഡിക്കുലർ ഹൈറ്റ് ഉണ്ട്, സ്ലാൻഡ് ഹൈറ്റ്. സ്ലാൻഡ് ഹൈറ്റ് എല്ലാണ്. അത് വോളിയത്തിലേക്ക് ആവശ്യമില്ല. ഇനി ഇതിൽ എച്ചാണ്, അത് ഉള്ളിൽ കൂടി അല്ല ഹൈറ്റ് ആണ്. ഇതെല്ലാം സ്ട്രൈറ്റ് ആണ്, 90 ഡിഗ്രി റൈറ്റ് ആംഗിൾ കാണാൻ പറ്റും, എച്ച്. അപ്പൊ അതില് ഇതാ വെള്ളം ഇപ്പം നിറക്കും വെള്ളം. നിങ്ങൾക്ക് ബോധ്യപ്പെടും. അധികം പറയുന്നില്ല. പ്ലീസ് ലിസൺ ഹിയർ. വെള്ളത്തിലേക്ക് ഇവിടെ ഉണ്ട് കുടിക്കുന്ന വെള്ളം. എവിടെ വെള്ളം? വാട്ടർ. പ്ലീസ് ബ്രിങ് ദ വാട്ടർ. പ്ലീസ് ബ്രിങ് ദ വാട്ടർ. ഓക്കെ. നൗ ഓൾ ഓഫ് യു ലിസൺ. നല്ലൊരു എക്സ്പെരിമെന്റ് ആണ്. നിങ്ങൾ ക്ലാസ്സിൽ ചെയ്തതാണ്, എനിക്കറിയാം, ബുക്കിലുണ്ട്. ലിസൺ ഹിയർ. ഓക്കെ. കോണിൽ വെള്ളം നിറക്കുന്നു. ഒരേ ഹൈറ്റാണ്, ഒരേ ബേസ് ഏരിയ ആണ്, സർക്കിളാണ്. ഇനി അതിൽ വെള്ളം നിറച്ച് എന്താ സംഭവിക്കാൻ നോക്കാം നമുക്ക്. ഓക്കെ ഫൈൻ. ഹൈറ്റ് നിങ്ങൾ സംഭവിച്ചില്ല, സെയിം ഹൈറ്റ് സെയിം ബേസ്, പക്ഷെ കോൺ ഒന്നിച്ചെത്തി. അതുകൊണ്ടാണ് ഐസ്ക്രീം ഒക്കെ നമുക്ക് ഇങ്ങനെ കോണിലാ തരിക. അത് കൂടുതൽ തോന്നിപ്പിക്കും. ഐസ്ക്രീം ഇതിലേക്ക് തന്നാൽ 100 റുപ്യന്റെ ഐസ്ക്രീമാണ് 300 റുപ്യ കൊടുക്കേണ്ടി വരും. അവർ സമ്മതിക്കില്ല. ഐസ്ക്രീം നമ്മൾ കോണിലെ തരില്ല. അവൻ തന്നെ ഗേൾസിന്റെ ഒക്കെ ഓർണമെന്റ് ഒക്കെ നമ്മൾ കാതിലൊക്കെ തൂങ്ങിയെടുക്കുന്നത് ഈ ഷേപ്പ്. ഇത് കോമ്പിനേഷൻ ആണ്. 9th 10th ഇതിൽ കോൺ ഓൺ ടോപ്പ് ഓഫ് സിലിണ്ടർ. എവിടെ വെച്ചാലും കുഴപ്പമില്ല. താഴെ മേലായി കഴിഞ്ഞാലും ബോഡി ഒക്കെ സെയിം തന്നെയാണ്. ഏരിയയും സെയിം ആണ്. സർഫസ് ഏരിയ കാണാൻ കോമ്പിനേഷൻ ഓഫ് ഫിഗർ ഉണ്ട്. അത് 10th 9th ഉണ്ട്. 8th അത് കോമ്പിനേഷൻ ഇല്ല. 8th സിലിണ്ടറും കോണും. നൗ ലുക്ക് ഹിയർ. അപ്പോ അതിന്റെ ഹൈറ്റ് അതാണ്. വീണ്ടും ഞാൻ പറയുന്നത്. ചെക്ക് ചെയ്യാം, വന്ന് ചെക്ക് ചെയ്തോളൂ. ഓക്കെ. എല്ലാവരും ടയേർഡാണോ? ആർ യു ടയേർഡ്? ഓക്കെ. വെള്ളം തരാം ഇപ്പൊ. പക്ഷെ നോമ്പല്ലേ, നോമ്പ് കഴിഞ്ഞില്ല. വെള്ളം കുടിക്കാം. ഓക്കെ ഫൈൻ. ലിസൺ ഹിയർ. എവിടെ വാട്ടർ? എവിടെ? ഒന്ന് അടച്ചു നോക്കാം നമുക്ക്. ടൈം ഈസ് റണ്ണിങ് ഫാസ്റ്റ്. വേഗം. ഓക്കെ ഫൈൻ. പ്ലീസ്. ഓക്കെ. എവിടെ നോക്കി? ലെറ്റ്. വാട്ടർ ഈസ് ദ. ഗ്രേറ്റ്. ലെറ്റ് മീ. വെള്ളം പുറത്തേക്ക് പോവാതെ തന്നെ. 1 again 1 more. 2 yes 2. ഓക്കെ. നിറഞ്ഞില്ലല്ലേ? അരിയെല്ലാം മുക്കാഭാഗമായി എനിക്ക് തോന്നുന്നു. മുക്കാലധികമായി. പോരാ, വെള്ളം പോരാ. പ്ലീസ് കുറച്ചുകൂടി വെള്ളം കൊണ്ട്. കുറച്ചുകൂടി ലിറ്റിൽ മോർ വാട്ടർ. യെസ്. ഓക്കെ. എന്നെ സഹായിക്കാൻ ഇവിടെ സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ ഫൈൻ. ഇത് വെയിലില്ലാത്തതുകൊണ്ട് വീട്ടിന്റെ പുറത്താണ്, ഔട്ടിലാണ് ചെയ്യുന്നത്. ഓക്കെ ഫൈൻ. ഓക്കെ. കളർ കിട്ടുന്ന എന്നാലും. ഓക്കെ ഫൈൻ. ഞാൻ ഇവിടെ നോക്കി ഫുള്ളായില്ലേ? അതന്നെയാണ്. അതിനെന്താ? വാട്ട് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. യു ഹാവ് ടു ഡിസൈഡ്. ഇനി നിങ്ങൾ തീരുമാനിക്കുക, ഞാൻ പറയുന്നില്ല. എത്ര പ്രാവശ്യം വെള്ളം ഒഴിച്ചു? 3 പ്രാവശ്യം. അപ്പൊ ഇതിന്റെ 3 ഇരട്ടിയല്ലേ? ഓക്കെ. ഇത് 100 ആണെങ്കിൽ 300. 1000 ml ആണെങ്കിൽ 3000 ml. 1 ലിറ്റർ വെള്ളം ഇപ്പൊ കുടിക്കാൻ പറ്റുമോ? ഇല്ല. ഇതിലിപ്പോ ഒരു
100 ml ഒക്കെ വെള്ളം ഉണ്ടാവില്ല. 200 ആണെങ്കിൽ 600 ml വെള്ളം ഉണ്ടാവും. നമുക്ക് അളക്കാം, നോക്കാം. ഇനി ഏതാ? ലിസൺ ചെയ്യാം. അതേ പാത്രത്തിൽ നല്ല വേറെ പാത്രത്തിൽ വെള്ളം അങ്ങോട്ട് ഒഴിവാക്കുകയാണ് വെള്ളം. അത് നോക്കാമല്ലോ നമുക്ക്. ഇപ്പൊ അതില് വെള്ളമല്ല, നിങ്ങളെ പാത്രത്തില് വെള്ളമല്ല, ജ്യൂസും വെള്ളമൊക്കെ തീർന്നു. കൗണ്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, വെള്ളം പോകുന്നതിനാണോ ഒന്ന് ശ്രദ്ധിക്കുക. 1. ആ, നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ കൗണ്ട് ചെയ്യുന്നില്ല. യു ഹാവ് ടു കൗണ്ട്. ഐഷ, ഫാത്തിമ, അദ്നാൻ, ആമിർ, കൈഫ്, ഇഷ, ഷെൽ. ഓക്കെ, ഫൈൻ. ആദിൽ, അമാൻ, ബസീം, ബസാം. ഓക്കെ. മാഷാഅല്ലാ, ഗ്രേറ്റ്. കണ്ടില്ല, 3 ആയില്ലേ? 3 times. നമ്മൾ അതിന്ന് ഒഴിവാക്കിയ വെള്ളം അത് ഇതിൻ്റെത് ഇപ്പൊ എന്താ 900 ആണെങ്കിൽ 900/3 ആയിരിക്കും. ഉറപ്പല്ലേ? ഇപ്പൊ നമ്മൾ എന്താ ഇതിന് കിട്ടിയത്? ഒബ്സർവേഷൻ. ഇതൊരു നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യാം. ഇനി അതാ ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മള് പ്രിസം ഓട്ടയ്ക്കാൻസ് സിലിണ്ടറിലത്തെ വെള്ളം πr² ആണ് അല്ലെ? ഇതിന്റെ വോളിയം πr². ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്, ഏരിയ ഓഫ് സർക്കിൾ. πr² is the area of circle, height is the πr²h/3 the volume of the cone. അല്ലേ? എത്ര ആയി കഴിഞ്ഞാലും 1000/3 πr²h ആണ്. നിങ്ങൾക്ക് സിലിണ്ടറിന്റെ പഠിച്ചു. πr²h/3 ആണ് വോളിയം ഓഫ് എ കോൺ. എത്ര രസമാണ് ഇത്! മറക്കരുത്, നിങ്ങൾ ലൈഫിൽ മറക്കും. നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്തു നോക്കാം. ടെക്സ്റ്റ് ബുക്കിലുണ്ട്, എല്ലാത്തിലും കാണാം. ഓക്കെ, then bye, take care. വോളിയം ഓഫ് എ പ്രിസം, ഏരിയ ഓഫ് ലാറ്റസ്റ്റ് സർഫസ് ഏരിയ ഓഫ് 2 പോയിന്റ് ആണ്. ലാറ്റസ്റ്റ് സർഫസ് ഏരിയ ഓഫ് പ്രിസം ഈസ് ഈക്വൽ ടു ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആൻഡ് വോളിയം ഓഫ് എ പ്രിസം ഈസ് ഈക്വൽ ടു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഇത് ഓർക്കുക. കോണിന്റെ πr²h/3 1/3 πr²h, ബിക്കോസ് പ്രിസം അല്ല, കോണ് പ്രിസം അല്ല. ഓക്കെ, then thank you.